സോ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ച ടോപ്പിക്സ് ബേസ് ഒരുപാട് നമ്മൾ പഠിച്ചു അല്ലേ. ഫണ്ടമെന്റൽസ് ഓഫ് ഇലക്ട്രിസിറ്റി ബേസിൽ ഒത്തിരി ടോപ്പിക്സ് നമ്മൾ കവർ ചെയ്തു. ആക്ച്വലി എല്ലാ ടോപ്പിക്സും കവർ ചെയ്തു. ഇന്ന് നമ്മൾ നോക്കുന്നത് ഇത് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. എങ്ങനെ ക്വസ്റ്റ്യൻസ് വരാം, അങ്ങനെ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ അതിനെ റിലേറ്റ് ചെയ്തിട്ട് നമുക്ക് ആൻസർ എങ്ങനെ ചെയ്യാം, അതുപോലെ അതിന് റിലേറ്റ് ചെയ്തിട്ട് സിമിലർ ക്വസ്റ്റ്യൻസ് എങ്ങനെ ചോദിക്കും എന്നൊക്കെ ഉള്ളതാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ് നോക്കുന്നത്. സോ വെൽക്കം ടു ദി ക്ലാസ്. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്കെല്ലാം അറിയാം അല്ലേ, എന്താണ് ഇലക്ട്രിക് ചാർജിന്റെ SI യൂണിറ്റ് എന്ന് പറയുന്നത്. ഓപ്ഷൻസ് വന്നിട്ടുള്ളത് ആംബിയർ ഉണ്ട്, കൂളം ഉണ്ട്, വോൾട്ട് ഉണ്ട്, ജൂൾ ഉണ്ട്. സോ നമ്മൾ പഠിച്ചവരാണ്, നമുക്കിതിന്റെ ആൻസർ അറിയാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ആൻസർ എന്താണ്? കൂളം അല്ലേ. കൂളം എന്ന് വെച്ചാൽ എന്താണ്? SI യൂണിറ്റ് ഓഫ് ഇലക്ട്രിക് ചാർജ് ആണ്. സോ ചാർജ് എന്ന് പറഞ്ഞാൽ ഇസ് ദ ഫണ്ടമെന്റൽ പ്രോപ്പർട്ടി ഓഫ് മാറ്റർ ആണ്. ഇറ്റ് ഈസ് മെഷേർഡ് ഇൻ കൂളംസ് ആൻഡ് 1 കൂളം എന്ന് പറയുന്നത് എത്രയാണ്? ഏകദേശം 6.24 ഇൻറ്റു 10⁻18 ഇലക്ട്രോൺസ് വരും അല്ലേ ഒരു കൂളത്തിൻ്റെ അകത്ത്. സോ അത് ബേസ് ചെയ്തിട്ടുള്ളൊരു അടുത്ത ക്വസ്റ്റ്യൻ ആണ്. ഹൗ മെനി ഇലക്ട്രോഡ് കോൺസ്റ്റിറ്റ്യൂട്ട് 1 ആംപിയർ സെക്കൻഡ്? ഇറ്റ്സ് ആൻസർ ഇസ് 1 കൂളം, അല്ലെങ്കിൽ എന്ത് പറയാം 6.24. അപ്പോൾ ഈ വാല്യൂ എന്ത് ചെയ്യണം? പഠിച്ചു വെക്കുക. 6.24 ഇൻറ്റു 10⁻80 എന്നുള്ള ഈ വാല്യൂ എന്ത് ചെയ്യുക? മസ്റ്റായിട്ട് നോക്കി വെക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ദ റേറ്റ് ഓഫ് ഫ്ലോ ഓഫ് ഇലക്ട്രിക് ചാർജ് ഇസ് നോൺ ആസ്. എന്താണ്? ഞാൻ പറഞ്ഞല്ലോ എന്താണ് ആ ഒരു ഇലക്ട്രിക് ഫ്ലോയുടെ. അപ്പം നമ്മൾ ക്ലാസ്സിൽ നിങ്ങൾ റിവൈസ് ചെയ്യാത്തവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി മാത്രം ഇലക്ട്രിക് ചാർജ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഞാൻ പറഞ്ഞു. ഇലക്ട്രിക് ചാർജ് എ ഫ്ലോ ഓഫ് എന്താണ് ഇലക്ട്രിക് ചാർജസ് എന്താ നമ്മളതിനെ പറയുക? കറണ്ട് എന്ന് പറയും അല്ലേ. ആൻഡ് ദിസ് കറണ്ട് എന്ന് പറയുന്നത് ഇലക്ട്രിക് ചാർജ് മൂവ് ചെയ്യുന്നതിന് ഓപ്പോസിറ്റ് ആയിട്ടായിരിക്കും ആര് മൂവ് ചെയ്യുക? കറണ്ട് മൂവ് ചെയ്യുക. സോ കറണ്ട് ഇസ് representing as I അല്ലേ. സോ I is equal to എന്താണ്? Q by T and it represent how much charge pass a point in 1 second. ഒരു സെക്കൻഡിൽ എത്രത്തോളം ചാർജ് പാസ്സായി പോയി എന്നുള്ളതായിരിക്കും ഇത് കാണിക്കുന്നത്. സോ how much charge passes a point in 1 second. ഒരു സെക്കൻഡിൽ എത്ര ചാർജ് കടന്നുപോയി എന്നുള്ളതാണ് I എന്ന് പറയുന്ന ടേം കാണിക്കുന്നത്. സോ ഇഫ് 10 കൂളംസ് ഓഫ് ചാർജ് പാസ് എ പോയിന്റ് ഇൻ 2 സെക്കൻഡ് വാട്ട് ഇസ് ദ കറണ്ട് എന്ന് ചോദിച്ചാൽ നിങ്ങൾ എങ്ങനെ എഴുതുക? I is equal to Q by T and Q is equal to എന്താണ്? 10 and T is equal to 2. അപ്പം എത്ര വരുന്നത്? 5 ആംപിയർ എന്ന് വരും അല്ലേ. എളുപ്പമല്ലേ ഈ ക്വസ്റ്റ്യൻ? സോ ഒന്നുമില്ല, ക്വസ്റ്റ്യൻ ഇതായിരുന്നു. കറണ്ട് എന്ന് പറയുന്നത് ചാർജിൻ്റെയും ടൈമിൻ്റെയും യൂണിറ്റ് വെച്ചിട്ട് എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യും? I is equal to Q by T. ദാറ്റ് മീൻസ് ഒരു പർട്ടിക്കുലർ ടൈമിൽ എത്ര ചാർജ് കടന്നു പോകുന്നു എന്നുള്ളതാണ് അവിടുത്തെ കറണ്ടിൻ്റെ വാല്യൂ എന്ന് പറയുന്നത്. സോ അത് വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ പറഞ്ഞു 10 കൂളം ഓഫ് ചാർജ് പാസ് എ പോയിന്റ് ഇൻ 2 സെക്കൻഡ്സ്. 2 സെക്കൻഡിൽ 10 കൂളം ഓഫ് ചാർജ് പോയെങ്കിൽ എത്ര കറണ്ടാണ്? I is equal to Q by T. ഇപ്പം നിങ്ങൾ മസ്റ്റായിട്ടും ഈ ഇക്വേഷൻസ് Q is equal to I into T പോലത്തെ ഇക്വേഷൻസ് എന്ത് ചെയ്യണം? പഠിക്കണം. ഇതെന്ന് തന്നെ നമുക്ക് എല്ലാം എഴുതാം അല്ലേ. I is equal to Q by T and T is equal to Q by I എല്ലാം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എഴുതാൻ പറ്റും. അപ്പം നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഈ ഇക്വേഷൻ കാണാതെ ബൈ ഹാർട്ട് ചെയ്യുക. വളരെ എളുപ്പത്തിൽ നമുക്ക് എന്ത് ചെയ്യാം? ഇതിന് ആൻസർ ചെയ്യാം അല്ലേ. സോ ചാർജ് എന്താണെന്ന് നോക്കി, കറണ്ട് എന്താണെന്ന് നോക്കി. ഇനി അക്കോർഡിംഗ് ടു ദി ഓംസ് ലോ, if the resistance of a circuit is doubled while the voltage remains constant, the current will. So എങ്ങനെയായിരിക്കും കറണ്ട്? എങ്ങനെയായിരിക്കും? നമ്മുടെ ഓംസ് ലോ എന്താണെന്ന് നമുക്കറിയാം. ആസ് പെർ ഓംസ് ലോ V is equal to I into R ആണ് അല്ലേ. സോ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് അവരെന്ത് ചെയ്തു? ഡബിൾ ചെയ്തു. സോ റെസിസ്റ്റൻസ് ഡബിൾ ആക്കി ആൻഡ് ദ വോൾട്ടേജ് കോൺസ്റ്റന്റ് ആക്കി തന്നെ വെച്ചു. അപ്പൊ കറണ്ട് എങ്ങനെയായിരിക്കും എന്നാണ്. ബിക്കോസ് ഫോർമുല നമുക്ക് ഇത് നമ്മൾക്ക് ഇങ്ങനെ മാറ്റാം അല്ലേ. I is equal to V by R എന്നാക്കാം. സോ I എന്ന് പറയുന്നത് എന്തിന് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ആണ്? റെസിസ്റ്റൻസിന് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ആണ്. ഹിയർ നമ്മൾ എന്താ ചെയ്യുക? വി ഡബിളിംഗ് ദ റെസിസ്റ്റൻസ്. ആറിന്റെ വാല്യൂ 2R എന്നാക്കി. അങ്ങനെയാണെങ്കിൽ ഐയുടെ വാല്യൂ എന്തായിരിക്കും? പകുതി ആയിരിക്കില്ലേ? ഇൻവേഴ്സ് അല്ലേ. ഇൻവേഴ്സ് ആണെങ്കിൽ ഇത് ഇരട്ടി ആയാൽ ഇത്
പകുതിയാകും. സോ ഇത് ഹാഫ് ആവും. അപ്പൊ അതുകൊണ്ടാണ് ഡിക്രീസസ് ടു ഹാഫ് എന്നുള്ള വാല്യൂവിലേക്ക് വന്നത്. സോ ഓംസ് ലോ ഇസ് നോട്ട് ആപ്ലിക്കബിൾ ടു വിച്ച് ഓഫ് ദ ഫോളോയിങ് എന്നൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം. ഓംസ് ലോ എന്ന് പറയുന്നത് വി ഈസ് ഈക്വൽ ടു IR. ഇതിനല്ലേ ഓംസ് ലോ എന്ന് പറയുന്നത്. ഓംസ് ലോ എന്തിന് ആപ്ലിക്കബിൾ ആവത്തില്ല? സെമി കണ്ടക്ടേഴ്സിന് ആപ്ലിക്കബിൾ ആവത്തില്ല. ഓക്കെ, അല്ലെങ്കിൽ വാക്യൂം ട്യൂബിന് ഈ പറയുന്ന വി ഈസ് ഈക്വൽ ടു I/R എന്ന റിലേഷൻ ആപ്ലിക്കബിൾ ആവത്തില്ല. ഓക്കെ, so next is if the length of conductor, very important one കേട്ടോ, R is equal to rho L by A എന്ന് പറഞ്ഞിട്ട് ഒരു ഇക്വേഷൻ ഉണ്ട്. സോ ഇഫ് ഈ കൺസിഡറിങ് എ കണ്ടക്ടർ, നമ്മളൊരു കണ്ടക്ടർ, ഇങ്ങനെ ഒരു കണ്ടക്ടർ എടുക്കാന്ന് വിചാരിച്ചു. ഈ കണ്ടക്ടർ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ റെസിസ്റ്റൻസിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് അതിൻ്റെ ഏരിയയ്ക്കും നീളത്തിനും ലെങ്തിനും, പിന്നെ റോ എന്ന് പറയുന്നത് റെസിസ്റ്റിവിറ്റി എന്ന് പറയുന്ന ഒരു പാർട്ടാണ്. ആൻഡ് റെസിസ്റ്റിവിറ്റിക്കും ഡിപ്പെൻഡഡ് ആണ് എന്നാണ് പറയുന്നത്. റെസിസ്റ്റിവിറ്റി എന്ന് പറയുന്നത് ഡിപ്പെൻഡിങ് അപ്പോൺ ദ മെറ്റീരിയൽ. അപ്പം അതാണ് അടുത്ത പോയിന്റ്. റെസിസ്റ്റിവിറ്റി എന്ന് പറയുന്ന വസ്തു എന്തിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ? നമ്മൾ എടുത്ത കണ്ടക്ടറിന്റെ മെറ്റീരിയലിനെ മാത്രമേ ബാധിക്കുന്നുള്ളൂ. സോ R എന്ന് പറയുന്നത് rho L by A ആണ്. സോ ക്വസ്റ്റ്യൻ ഈസ് ഇഫ് ദി ലെങ്ത് ഓഫ് ദി കണ്ടക്ടർ ഇസ് ഡബിൾഡ്. നമ്മൾ ഈ ലെങ്തിനെ എത്രയാക്കി? 2 times 2L ആക്കി. L ആയിരുന്നതിനെ 2L എന്നാക്കി. ആൻഡ് ഇറ്റ്സ് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഇസ് ഹാഫ്. ഏരിയ എന്താക്കി? ഹാഫും ആക്കി. സോ അങ്ങനെയാണെങ്കിൽ അതിന്റെ റെസിസ്റ്റൻസ് എന്തായിരിക്കും എന്നാണ് ചോദിക്കുന്നത്. അപ്പം നമ്മൾ ആ ഇക്വേഷൻ എഴുതുമ്പോൾ എന്താ വരുന്നത്? R is equal to വി ടേക്കിംഗ് റോ അങ്ങനെ തന്നെ എഴുതാം, 2L by A by 2 എന്ന് വരും. അപ്പം എന്ത് പറ്റും? ഈ 2 എന്ത് വരും? നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ എഴുതിക്കൂടെ? 2L into 2 by A, that is 4 rho L by A എന്ന് വരും അല്ലേ? അപ്പൊ 4 rho L by A നമുക്ക് എങ്ങനെ കൊടുക്കാം? ഈ rho L by A നമുക്ക് എന്തെന്ന് പറഞ്ഞു കൊടുക്കാം? R എന്ന് റെപ്രസെന്റ് ചെയ്തൂടെ അല്ലേ? അപ്പൊ നമുക്ക് ഇങ്ങനെ എഴുതിക്കൂടെ? 4R എന്ന് എഴുതിക്കൂടെ? ഈ R ആണ് ഇത്രയും ടേം. മനസ്സിലായോ? ഈ ക്വസ്റ്റ്യൻ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, എന്നാലും അറിയാത്തവരുണ്ടെങ്കിൽ നോക്കുക. ലെങ്തും ഏരിയയും എങ്ങനെ ഇരിക്കുന്നു നോക്കുക. ഇക്വേഷനിൽ പുട്ട് ചെയ്ത് കൊടുത്തു. അപ്പം അങ്ങനെ ചെയ്ത് കൊടുത്തപ്പം ഈ 2 ടേം മോളിൽ പോയി അല്ലേ? 2 ടേം മോളിൽ പോയി, A ടേം താഴെ വന്നു. 2 2 4 അല്ലേ? 4L by A എന്ന് വരും. 4L by റോ. ഇവിടെ റോയുടെ ടേം കൂടി ഉണ്ട്. ഞാൻ റോയുടെ ടേം ഇവിടെ ഇട്ടില്ല. സോ റോ 2L into 2 by A എന്ന് വരും. അപ്പം അത് എന്താവും? 4 rho L by A എന്ന് വരും. വേർ rho L by A is R. അപ്പം അങ്ങനെ എടുക്കുക. സോ അപ്പോൾ എത്ര വരും? 4 ഇരട്ടി വരും അല്ലേ? സോ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 4 ടൈംസ് ആണ്. വാട്ട് ഈസ് ദ യൂണിറ്റ് ഓഫ് സ്പെസിഫിക് റെസിസ്റ്റൻസ്? ഓക്കെ, സ്പെസിഫിക് റെസിസ്റ്റൻസ് എന്ന് വെച്ചാൽ എന്താണ് അതിൻ്റെ യൂണിറ്റ്? സ്പെസിഫിക് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ, അഥവാ റെസിസ്റ്റിവിറ്റി. റെസിസ്റ്റിവിറ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് ഇപ്പോൾ ഈ മുകളിൽ തന്നിരിക്കുന്ന ഇക്വേഷനിൽ നിന്ന് റെസിസ്റ്റിവിറ്റി എഴുതണമെന്ന് പറഞ്ഞാൽ R is equal to rho L by A, where rho is equal to RA by L എന്ന് എഴുതാമല്ലോ. 6 ഓമിൽ കൊടുക്കാം, A മീറ്റർ സ്ക്വയറിൽ കൊടുക്കാം, ഇതിനെ മീറ്ററിൽ കൊടുക്കാം. അപ്പം എന്താ ഇക്വേഷൻ വരുന്നത്? ഓം മീറ്റർ എന്ന് വരില്ലേ വെട്ടിപ്പോകുമ്പോൾ? അപ്പം അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്, ഓം മീറ്റർ. ഓക്കെ, മനസ്സിലാവുന്നുണ്ടല്ലോ? ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഇമ്പോർട്ടൻ്റ് ആണ്. നെക്സ്റ്റ് 3 റെസിസ്റ്റർ ഉണ്ടായിരുന്നു. വരയ്ക്കാം നമുക്ക് 3 റെസിസ്റ്റർ. 10, 20, 30. അവരെങ്ങനെ സീരീസ് ആയിരുന്നു അല്ലേ? 10, 20, 30. 10, 20, 30. ഓക്കെ, 10, 20, 30 ഇങ്ങനെയായിരുന്നു. ടോട്ടൽ റെസിസ്റ്റൻസ് എത്ര? സീരീസ് അല്ലേ? സർക്യൂട്ട് സീരീസ് ആണെങ്കിൽ എങ്ങനെയാ റെസിസ്റ്റർ കണ്ടുപിടിക്കുന്നത്? R is equal to R1 plus R2 plus R3. അപ്പം ഇങ്ങനെ വരും, 3 കൂടി പ്ലസ് ചെയ്യും അല്ലേ? 10 plus 20 plus 30 എത്ര വരും? 60 എന്ന് വരും അല്ലേ? സോ 60 ohms എന്ന് വരും. സോ ഇതുപോലെ വേറൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്, ഒരു സീരീസ് സർക്യൂട്ടിൽ വിച്ച് പാരാമീറ്റർ റിമെയിൻസ് ദ സെയിം ത്രൂ ഓൾ കമ്പോണൻസ്. ഞാൻ ഇതിന്റെ ആൻസർ നമ്മൾ ക്ലാസ് എടുത്തപ്പോൾ പറഞ്ഞതാ. സീരീസിൽ ഏത് പാരാമീറ്റർ ആണ് സെയിം ആയിട്ട് നിൽക്കുന്നത്? വിച്ച് പാരാമീറ്റർ? യെസ്, കറണ്ട്. കറണ്ട് ആണ്
സെയിം ആയിട്ട് നിൽക്കുന്നത് അല്ലേ? ഓക്കെ. രണ്ട് 100 ഓം റെസിസ്റ്റേഴ്സ് ഉണ്ടായിരുന്നു, അവര് പാരലൽ ആയിട്ട് കണക്ട് ചെയ്തെങ്കിൽ ഇക്വാലന്റ് റെസിസ്റ്റൻസ് എത്ര? അപ്പം ഇവര് പറഞ്ഞിരിക്കുന്നത് 100 ഓം എങ്ങനെയാണ് കണക്ട് ചെയ്തിരിക്കുന്നത്? പാരലൽ ആയിട്ട്. സോ ദിസ് ഇസ് 100 ആൻഡ് ദിസ് ഇസ് 100. അപ്പൊ ഞാൻ പറഞ്ഞതാണ്, രണ്ട് പാരലൽ ആണെങ്കിൽ നമ്മൾ അതിനെ എങ്ങനെ ഇക്വേഷനിൽ എഴുതുന്നത്? R1 സോറി R എന്ന് പറഞ്ഞാൽ R ഇക്വലന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? 1/R1 പ്ലസ് 1/R2 അല്ലേ? അപ്പം എന്ത് വരും? R1 R2 ഡിവൈഡഡ് ബൈ R1 പ്ലസ് R2 എന്ന് വരും. സോ ഇത് 100 ഇൻറ്റു 100 ബൈ 100 പ്ലസ് 100 എന്ന് വരും അല്ലേ? അപ്പം എത്ര വരും? 100 ഇൻറ്റു 100 എന്ന് പറയുമ്പോൾ 4. ഓക്കെ, 100 ഇൻറ്റു 100 പ്ലസ് 100 പ്ലസ് 100 200. 200 100 250 എന്ന് വരും അല്ലേ? So 50 ohms എന്ന് വരും. And similar question, what happens to total resistors when more resistors are in parallel? നമ്മൾ പാരലൽ ആയിട്ട് ഇങ്ങനെ റെസിസ്റ്റേഴ്സ് ആഡ് ചെയ്ത് കൊടുത്താൽ എന്ത് പറ്റും? മൊത്തത്തിലുള്ള റെസിസ്റ്റൻസ് കുറയല്ലേ? പാരലൽ ആയിട്ട് കൂടിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? റെസിസ്റ്ററിന്റെ വാല്യൂ പിന്നെയും കുറയും. സോ ടോട്ടൽ റെസിസ്റ്റൻസ് നോക്കുമ്പോൾ ഡിക്രീസിങ് വാല്യൂ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. നെക്സ്റ്റ് is which formula correctly represent the electric power? ഏതാ? P is equal to V by I ആണോ? P is equal to I square R ആണോ? P is equal to V square by R ആണോ? V square by അല്ല, V square R ആണോ? P is equal to, സോ ഇവിടെ നോട്ട് ചെയ്യുക, P is equal to V into I എന്ന് പറഞ്ഞിട്ട് ഒരു ഇക്വേഷൻ ഉണ്ട് Pക്ക്. P is equal to I square R എന്ന് പറഞ്ഞിട്ടൊരു ഇക്വേഷൻ ഉണ്ട്. P is equal to V square by R എന്ന് പറഞ്ഞിട്ട് ഒരു ഇക്വേഷൻ ഉണ്ട്. ഈ 3 ഇക്വേഷനാണ് എഴുതി വെച്ചേക്കുക, Pക്കുള്ള 3 ഇക്വേഷൻസ്. ആൻഡ് ഫ്രം ദിസ് ഇവിടെ ഏതാ കറക്റ്റ്? ഇവിടെ P is equal to V by I. സോ തെറ്റാണ് അല്ലേ? V by I അല്ലല്ലോ, V I ആണെങ്കിലേ കറക്റ്റ് ആവുള്ളൂ. പിന്നെ I square R ശരിയാണ് അല്ലേ? പക്ഷെ ഇത് നോക്കിക്കേ, V square by R അല്ല, V square R ആണ്. അപ്പൊ അതും തെറ്റി. P is equal to R by V അല്ല. സോ ആൻസർ ഏതാ? P is equal to I square R. ഓക്കെ, സോ പവർ ക്യാൻ ബി കാൽക്കുലേറ്റഡ് ആസ് P is equal to V into I. ഇതാണ് എഴുതിയിരിക്കുന്നത്. ഓക്കെ, സോ ഇറ്റ്സ് യൂണിറ്റ് എന്താണ്? വാട്ട്. യൂണിറ്റ് നമുക്കറിയാം വാട്ട് ആണ്. ഒരു ഹോഴ്സ് പവർ എന്ന് പറയുന്നത് എത്രയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. 1 ഹോഴ്സ് പവർ, അതായത് മെട്രിക്കിൽ നമ്മൾ പറയുന്നതാണ്, ഇസ് ഈക്വൽ ടു ഹൗ മെനി വാട്ട്സ്? എത്ര വാട്ട്സ് ആണെന്ന് ചോദിച്ചിട്ടുണ്ട്. ഇറ്റ് ഈസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ചിലപ്പം ഡയറക്റ്റ് ആയിട്ടൊക്കെ ചോദിക്കുന്ന കണ്ടിട്ടുണ്ട്. 735.5 വാട്ട്സ് എന്നാണ് വരുന്നത് കേട്ടോ. 735.5 വാട്ട്സ് ആണ് ഒരു മെട്രിക് ഹോഴ്സ് പവർ, മെട്രിക്കിന്റെ വാല്യൂ എന്ന് പറയുന്നത്. സോ നെക്സ്റ്റ് ഇസ് a 1000 watt heater is used for 2 hours. How many units of energy are consumed അല്ലേ? അപ്പം നമുക്കറിയാം കിലോ വാട്ട് അവർ എന്ന് പറഞ്ഞാൽ എങ്ങനെ ഇക്വേഷൻ വരുന്നത്? കിലോ വോൾട്ട് അവർ ആണെങ്കിൽ നമുക്കറിയാം, ബട്ട് ഇൻ യൂണിറ്റ്സ്. അപ്പൊ യൂണിറ്റിലാണെങ്കിൽ 1000 കൊണ്ടും കൂടി ഡിവിഷനും കൂടി വരും. സോ ഇവിടെ കിലോ വാട്ടിന്റെ വാല്യൂ എത്ര പറഞ്ഞിരിക്കുന്നത്? കിലോ വാട്ട് എന്ന് പറയുമ്പോൾ പവർ ഇൻ വാട്ട് തന്നിരിക്കുന്നത് 1000-ലാണ്. സോ 1000 ഇൻറ്റു 2 അവേഴ്സ് ആണ് ബൈ 1000. അപ്പൊ എത്ര വരും? 2 തന്നെ വരും അല്ലേ? സോ 2 കിലോ വാട്ട് അവർ എന്ന് വരും. സിമിലർ ക്വസ്റ്റ്യൻ, 1 കിലോ വാട്ട് അവർ ഇസ് ഈക്വൽ ടു ഹൗ മെനി ജൂൾസ്? എത്രയാണ്? ഇമ്പോർട്ടൻ്റ് ആണ്. 3.6 ഇൻറ്റു 10⁻⁶ ജൂൾസ്. അപ്പം ഈ ക്വസ്റ്റ്യൻസ് ഓക്കെ അല്ലേ? ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. വാട്ട് ഇസ് ദി യൂണിറ്റ് ഓഫ് കണ്ടക്ടൻസ്? കണ്ടക്ടൻസിന്റെ യൂണിറ്റ് എന്താണ്? സോ കണ്ടക്ടൻസ് എന്ന് പറഞ്ഞാൽ എന്താ? കണ്ടക്ടൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ G എന്ന് പറയും. G എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദി റെസിപ്രോക്കൽ ഓഫ് റെസിസ്റ്റൻസ് ആണ്. റെസിസ്റ്റൻസിന്റെ റെസിപ്രോക്കലിനെയാണ് കണ്ടക്ടൻസ് എന്ന് പറയുന്നത്. സോ ഇറ്റ് റെപ്രസെന്റ് ഹൗ ഈസിലി കറണ്ട് ഫ്ലോ, എത്ര എളുപ്പത്തിൽ കറണ്ടിനെ മൂവ് ചെയ്യാം എന്നുള്ളതാണ് ഇത് പറഞ്ഞു തരുന്നത്. ഓക്കെ, ദെൻ ക്വസ്റ്റ്യൻ, വാട്ട് ഇസ് ദ യൂണിറ്റ് ഓഫ് കണ്ടക്ടിവിറ്റി? ഇനി കണ്ടക്ടിവിറ്റി ആണ് ചോദിക്കുന്നത് എന്നുണ്ടെങ്കിൽ അതിന്റെ യൂണിറ്റ് എന്താണ്? മോ പെർ മീറ്റർ എന്നാണ് വരുന്നത്. എന്താണ്? മോ പെർ മീറ്റർ എന്നാണ് വരുന്നത്. മോ പെർ മീറ്റർ എന്നാണ് കേട്ടോ വരുന്നത്.
യൂണിറ്റ് ഓഫ് കണ്ടക്ടിവിറ്റി മോ പെർ മീറ്റർ ആണ്, അല്ലെങ്കിൽ സൈമൻസ് പെർ മീറ്റർ. ഇമ്പോർട്ടൻ്റ് ആണ് യൂണിറ്റ്. മോ എന്ന് പറയുന്നത് കണ്ടക്ടിവിറ്റിയുടെ, ഇപ്പോൾ നമുക്കറിയാം കണ്ടക്ടിവിറ്റി മീൻസ് കണ്ടക്ടിവിറ്റി എന്ന് പറയുന്നത് റെസിസ്റ്റിവിറ്റി എന്ന് പറയുന്നതിന്റെ ഓപ്പോസിറ്റ് ആണ്. സോ മോ പെർ മീറ്റർ എന്ന് പറയും, സൈമൻസ് പെർ മീറ്റർ എന്നാണ് അതിന്റെ യൂണിറ്റ് വരുന്നത്. ഇമ്പോർട്ടൻ്റ് ആണ്, ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്, അപ്പോൾ നോട്ട് ചെയ്യാം. നെക്സ്റ്റ് ക്രിച്ചോഫ്സ് കറണ്ട് ലോ ബേസ് ചെയ്തൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ നമ്മൾ ക്രിച്ചോഫ്സ് കറണ്ട് ലോ നന്നായിട്ട് നോക്കിയതായിരുന്നല്ലോ. അപ്പൊ ക്രിച്ചോഫ്സ് കറണ്ട് ലോ എന്താണ്? ബേസ്ഡ് ഓൺ ദ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എന്താണ്? ചാർജും ഉണ്ട്, ഒരെണ്ണത്തിൽ വോൾട്ടേജും ഉണ്ട്. അപ്പൊ ഇവിടെ എന്താ? ചാർജ് ആണ് വരുന്നത് അല്ലേ? ഫസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞതാണ്, ചാർജ് ആണ് വരുന്നത്. സോ നോട്ട് ഇറ്റ് ചാർജ്. നെക്സ്റ്റ് ക്രിച്ചോഫ്സ് കറണ്ട് ലോ സ്റ്റേറ്റ്സ് ദാറ്റ് എന്താ പറയുന്നത്? ഓൾജിബ്രൈക് സം ഓഫ് കറണ്ട് എൻട്രിങ് എ ജംഗ്ഷൻ എന്ന് പറയുന്നത് 0 ആയിരിക്കും. ദിസ് മീൻസ് ചാർജ് കനോട്ട് ബി ക്രിയേറ്റഡ് ഓർ ഡിസ്ട്രോയിഡ് അറ്റ് എ പോയിന്റ്. അതായത് ചാർജിന് എന്ത് ചെയ്യാൻ പറ്റില്ല? ക്രിയേറ്റഡ് ആവാനും പറ്റില്ല, ഡിസ്ട്രോയിഡ് ആവാനും പറ്റില്ല. അതാണ് കൺസർവേഷൻ എന്നുള്ള വേർഡ് കൊണ്ട് യൂസ് ചെയ്യുന്നത്. സ്റ്റേറ്റ്സ് ദാറ്റ് ഓൾജിബ്രൈക് സം ഓഫ് കറണ്ട് എൻട്രിങ് എ ജംഗ്ഷൻ എന്ന് പറയുന്നത് 0 ആണ്. ആൻഡ് ഇറ്റ്സ് എന്തില്ല, നശിച്ചു പോകത്തുമില്ല. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ക്രിച്ചോഫ്സിന്റെ വോൾട്ടേജ് ലോ. വോൾട്ടേജ് ലോ എന്താ പറയുന്നത്? കൺസർവേഷൻ ഓഫ് എന്തിനെ പറ്റിയാ പറയുന്നത്? എനർജിയെ പറ്റിയാണ് പറയുന്നത്. സോ നോട്ട് ഇറ്റ്, ഇമ്പോർട്ടൻ്റ് ആണ്. ഇതെല്ലാം നമ്മൾ പഠിച്ചതാണ്, അത് ബേസ് ചെയ്ത ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ ഇട്ടിരിക്കുന്നത്. എല്ലാ ക്വസ്റ്റ്യൻസും അത് ബേസ് ചെയ്ത ക്വസ്റ്റ്യൻസ് തന്നെയാണ് ഇട്ടിരിക്കുന്നത്. അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. The property of magnetic material which opposes the creation of magnetic flux in it is called what? എന്താണ്? റെസിസ്റ്റൻസ് ഉണ്ട്, റിലക്റ്റൻസ് ഉണ്ട്, പെർമിയൻസ് ഉണ്ട്, ഇംപിഡൻസ് ഉണ്ട്. ഏത് ആൻസർ? നിങ്ങൾ ഇതിലിപ്പം ഓൾറെഡി ആൻസർ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്, അല്ലാണ്ട് തന്നെ നമുക്കറിയാമല്ലോ അതിന്റെ ആൻസർ എന്താണ്? റിലക്റ്റൻസ്. സോ റെസിസ്റ്റൻസ് എന്തിൻ്റെയാണ്? നമ്മൾ പഠിച്ചായിരുന്നു, ഇലക്ട്രിക് കറണ്ടിനെ ഒപ്പോസ് ചെയ്യുന്ന ആളാണ് റെസിസ്റ്റൻസ് അല്ലേ? സോ പെർമിയൻസും നമുക്ക് അറിയാവുന്നതാണ്. എന്താ പെർമിയൻസ്? പെർമിയൻസ് ദ എബിലിറ്റി ഓഫ് എ കോയിൽ എത്രത്തോളം ഫ്ലക്സ് ഉണ്ടാക്കാം അല്ലേ, അതിന്റെ എബിലിറ്റീനെയാണ് പെർമിയൻസ് എന്ന് പറയുന്നത്. ദെൻ ഇംപിഡൻസ് സെഡ് എന്ന് പറയുന്നത് നമ്മൾ നോക്കിയതായിരുന്നു. സെഡ് എന്ന് പറയുന്നത് √r² + x² എന്ന് പറഞ്ഞിട്ട് നമ്മൾ പഠിച്ചല്ലേ, AC പഠിച്ചല്ലോ. സോ അതാണ്. സോ എൻ്റെ ആൻസർ എന്താണ്? റിലക്റ്റൻസ് തന്നെയാണ്. റിലക്റ്റൻസിനെ മാഗ്നറ്റിക് സർക്യൂട്ട് ഇസ് അനലോഗസ് ടു റെസിസ്റ്റൻസ് ഇൻ ഇലക്ട്രിക് സർക്യൂട്ട്. ആൻഡ് റിലക്റ്റൻസിന്റെ ഫോർമുല mmf/flux ആണ്. സോ വാട്ട് ഇസ് ദ യൂണിറ്റ് ഓഫ് റിലക്റ്റൻസസ്? ആംബിയർ ടേൺസ് പെർ വെബർ ആണ് അല്ലേ? ഓക്കെ, ഈ ക്വസ്റ്റ്യൻ എളുപ്പമല്ലേ? നെക്സ്റ്റ് ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ. നമ്മൾ പഠിച്ചതായിരുന്നു ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ. ഏതൊക്കെ ഫിംഗേഴ്സ് ഏതിനെയൊക്കെയാണ് റെപ്രസെന്റ് ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞതാണ്. സോ ഇൻ ദ കേസ് ഓഫ് ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ, ദ forefinger ഓൾവേസ് റെപ്രസെന്റിങ് ദി ഡയറക്ഷൻ ഓഫ് എന്തിനെയാണ്? forefinger റെപ്രസെന്റ് ചെയ്യുന്നത്. സോ forefinger എന്തിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്? മാഗ്നറ്റിക് ഫീൽഡിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത് കേട്ടോ. മാഗ്നറ്റിക് ഫീൽഡിനെയാണ് forefinger റെപ്രസെന്റ് ചെയ്യുന്നത്. സോ തമ്പ് ഫോഴ്സിനെയും മോഷനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. forefinger ഫീൽഡിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. മിഡിൽ ഫിംഗർ കറണ്ടിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ, ഇത് പഠിക്കണം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വിച്ച് റൂൾ ഇസ് യൂസ് ടു ഫൈൻഡ് ദി ഡിറക്ഷൻ ഓഫ് റൊട്ടേഷൻ ഓഫ് DC മോട്ടർ? ഇനി DC മോട്ടറിന്റെ റൊട്ടേഷന്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കുന്നത് ഏതാ? ലെഫ്റ്റ് ഹാൻഡ് ആണ് അല്ലേ? ഫ്ലെമിങ്സിന്റെ ലെഫ്റ്റ് ഹാൻഡ് ആണ്. സോ റൈറ്റ് ഹാൻഡും പഠിക്കുക, ലെഫ്റ്റ് ഹാൻഡും പഠിക്കുക. ഇതിപ്പോൾ ലെഫ്റ്റ് ഹാൻഡ് ആണ് നമ്മൾ നോക്കുന്നത്. ലെഫ്റ്റ് ഹാൻഡിൻ്റെ അകത്ത് ലെഫ്റ്റ് ഹാൻഡ് എടുക്കുക, അതിൻ്റെ അകത്ത് forefinger, മിഡിൽ ഫിംഗർ ആൻഡ് തമ്പ് അല്ലേ? അപ്പൊ തമ്പ് റെപ്രസെന്റിങ് ദി കണ്ടക്ടറിന്റെ ഡയറക്ഷൻ അല്ലെങ്കിൽ ഫോഴ്സ് ഓഫ് മോഷനെയാണ് ഡിപ്പെൻഡ് ചെയ്യുക. അതുപോലെ forefinger ഫീൽഡിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. മിഡിൽ ഫിംഗർ കറണ്ടിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഇത് പഠിച്ചു വെക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. The magnitude of induced EMF in a conductor is directly proportional to. Induced EMF എന്ന് പറയുന്നത് എന്തിന് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ആണ്?
അല്ലേ? അറിയാമല്ലോ ഇതിന്റെ ആൻസർ. എത്രത്തോളം റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഫ്ലക്സ് ലിങ്കേജ്, എത്രത്തോളം ഫ്ലക്സ് ലിങ്ക് ചെയ്തിരിക്കുന്നു എന്ന് ആശ്രയിച്ചിരിക്കും അവിടെ എത്രത്തോളം EMF ഇൻഡ്യൂസ് ചെയ്തു എന്നുള്ളത്. സോ ഫാരഡേ സെക്കൻഡ് ലോ അറിയാമല്ലോ, ഈസ് ഈക്വൽ ടു മൈനസ് എന്താ n ഇൻറ്റു d∅ ഡിവൈഡഡ് ബൈ dt. സോ എക്സ്പ്ലനേഷൻ വൈസ് നോക്കുവാണെങ്കിൽ ദ നെഗറ്റീവ് സൈൻ വിച്ച് റെപ്രസെൻറ്റ്സ് ദ ലെൻസ് ലോ, കാരണം ഓപ്പോസിഷൻ അല്ലേ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ. സോ ഉണ്ടാവുന്ന EMF എന്ന് പറയുന്നത് കോസിനെ തന്നെ ഒപ്പോസ് ചെയ്യും. സോ അതുകൊണ്ടാണ് ആ നെഗറ്റീവ് സൈൻ അവിടെ വന്നത്. സോ വിച്ച് ലോ ഈസ് യൂസ് ടു ഡിറ്റർമൈൻ ദ പൊളാരിറ്റി ഓർ ഡയറക്ഷൻ ഓഫ് ഇൻഡ്യൂസ്ഡ് EMF? പൊളാരിറ്റിനെയും ഡയറക്ഷനെയും നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് ഏതാണ്? ദാറ്റ് ഇസ് ലെൻസസ് ലോ. ലെൻസസ് ലോ എന്ന് പറയുന്ന ലോ ആണ് യൂസ് ചെയ്യുന്നത്. സോ ഇമ്പോർട്ടൻ്റ് ആണ്, ഓരോ പോയിന്റും ഇമ്പോർട്ടൻ്റ് ആണ്. ഇതൊക്കെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് പിക്ക് ചെയ്തിരിക്കുന്നത്, പല പ്രാവശ്യം പല രീതിക്ക് ചോദിച്ച ക്വസ്റ്റ്യൻസ്. സോ അതുകൊണ്ട് ഈ ക്വസ്റ്റ്യൻസ് എല്ലാം എന്ത് ചെയ്യുക, നോട്ട് ചെയ്ത് പഠിക്കുക. ദെൻ ടൈപ്സ് ഓഫ് മാഗ്നറ്റ് ആണ്. വിച്ച് മെറ്റീരിയൽ ഈസ് മോസ്റ്റ് സ്യൂട്ടബിൾ ഫോർ മേക്കിംഗ് പെർമനന്റ് മാഗ്നറ്റ്? പെർമനന്റ് മാഗ്നറ്റ് ആയിട്ട് നിർമ്മിക്കാൻ വേണ്ടിയിട്ട് ഈ തന്നിരിക്കുന്നതിൽ ഏതാണ് ബെറ്റർ എന്നാണ് ചോദിച്ചത്. സോ ഇതിന്റെ ആൻസർ അൽനിക്കോ എന്ന് പറയുന്ന മെറ്റീരിയൽ ആണ്. പെർമനന്റ് മാഗ്നറ്റ്സ് റിക്വയർസ് ഹൈ റിറ്റൻറ്റിവിറ്റി ആൻഡ് ഹൈ കോഴ്സിവിറ്റിവിറ്റി. അപ്പോൾ അൽനിക്കോ എന്ന് പറയുന്നതിന് ഈ പറയുന്ന രണ്ട് കഴിവുണ്ട്, ഹൈ റിറ്റൻറ്റിവിറ്റി ആൻഡ് ഹൈ കോഴ്സിവിറ്റി. എന്താണ് റിറ്റൻറ്റിവിറ്റി എന്നൊക്കെ നമ്മൾ നോക്കി, അത് ലോസ് ചെയ്യുക, ഫ്ലക്സിനെ എത്രത്തോളം നഷ്ടപ്പെടാതെ, അതായത് വിത്തൗട്ട് റിലീസിങ് എന്നുള്ള കഴിവിനെയാണ് പറയുന്നത്. ആൻഡ് കോഴ്സിവിറ്റി നോക്കിയതാണ്, ആൻഡ് ടേം നോക്കിയത് കൊണ്ടാണ് പറയാത്തത്. അൽനിക്കോ എന്ന് പറയുന്ന കമ്പോണൻറ്റ് അലൂമിനിയം, നിക്കൽ, കൊബാൾട്ട് ആൻഡ് നമ്മൾ ഏതും കൂടെയാണ് ചേർക്കുന്നത്? കൊബാൾട്ടൻ സ്റ്റീലാണ് നമ്മൾ കോമൺലി യൂസ് ചെയ്യുന്നത്. ആൻഡ് വൈ ഈസ് സോഫ്റ്റ് അയൺ യൂസ്ഡ് ഇലക്ട്രോ മാഗ്നറ്റ് കോഴ്സ്? നമ്മൾ എന്തുകൊണ്ടാണ് ഇലക്ട്രോ മാഗ്നറ്റ് കോഴ്സിൽ സോഫ്റ്റ് അയൺ യൂസ് ചെയ്യുന്നതെന്നാണ്. ഇറ്റ്സ് ഹാസ് ഹൈ പെർമിബിലിറ്റി ആൻഡ് ലോ റിട്ടൻറ്റിവിറ്റി. അതിൻ്റെ പെർമിബിലിറ്റി എന്ന് പറയുന്നത് വളരെ കൂടുതലും റിട്ടൻറ്റിവിറ്റി വളരെ കുറവുമാണ്. സോ അതുകൊണ്ടാണ് സോഫ്റ്റ് അയൺ നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? ഇലക്ട്രോ മാഗ്നറ്റ് കോഴ്സ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് വിച്ച് മെറ്റീരിയൽ ഇസ് മോസ്റ്റ് സ്യൂട്ടബിൾ ഫോർ മേക്കിംഗ് പെർമനന്റ് മാഗ്നറ്റ്? അതിപ്പോൾ നോക്കിയതാണല്ലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ബാറ്ററി. നമ്മൾ ബാറ്ററി എന്നുള്ള ടോപ്പിക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തില്ല. ബാറ്ററി എന്ന് പറയുന്നത് ഫണ്ടമെന്റൽസിൽ അത്രയും മുന്ന് ലെവലായ ശേഷം പറയാമെന്ന് വിചാരിച്ചു, ക്വസ്റ്റ്യൻസിൽ കൂടുതൽ ഡിസ്കസ് ചെയ്യാമെന്ന് വിചാരിച്ചു. സോ ബാറ്ററീസ് എന്താണെന്ന് നമ്മൾ കണ്ടിട്ടുണ്ട്. സോ ബാറ്ററി തന്നെ സെക്കൻഡറി ഉണ്ട്, പ്രൈമറി ബാറ്ററീസും ഉണ്ട്. അതിൽ സെക്കൻഡറിയിൽ വരുന്നതാണ് ലെഡ് ആസിഡ് സെൽ എന്ന് പറയുന്നത്. ഈ ലെഡ് ആസിഡ് സെൽ എന്ന് പറയുന്നത് സെക്കൻഡറി ആവാൻ കാരണം ദേ ആർ റീചാർജബിൾ. മനസ്സിലായോ? അവര് പിന്നെ നമുക്ക് ഇപ്പം ലൈക്ക് നമുക്ക് റീചാർജബിൾ ബാറ്ററീസ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന നമ്മുടെ നിത്യോപയോഗ ജീവിതത്തിൽ നമ്മൾ കണ്ടിട്ടുള്ള ഒരുപാടുണ്ടല്ലോ, റീചാർജ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റുന്ന ബാറ്ററീസ്. പക്ഷെ ബാറ്ററി, നോർമൽ ബാറ്ററി നമുക്ക് റീചാർജ് ചെയ്യാൻ പറ്റില്ല. വൺസ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് എന്ത് ചെയ്യാം, അത് ഡംപ് ചെയ്ത് കളയാനേ പറ്റുള്ളൂ, നമുക്ക് വീണ്ടും ചാർജ് ചെയ്തെടുക്കാൻ പറ്റില്ല. പക്ഷെ നമുക്ക് അല്ലാതെ റീചാർജ് ചെയ്തെടുക്കുന്ന ബാറ്ററീസ് അറിയാമല്ലോ, അത് നമുക്ക് എത്ര വേണമെങ്കിലും റീചാർജ് ചെയ്ത് യൂസ് ചെയ്യാം, റീയൂസ് ചെയ്യാം. സോ അതാണ് സെക്കൻഡറി സെൽസ് എന്ന് പറയുന്നത്. ബിക്കോസ് ദിയർ കെമിക്കൽ റിയാക്ഷൻസ് ആർ റിവേഴ്സിബിൾ. കാരണം അവരുടെ കെമിക്കൽ റിയാക്ഷൻസ് നമുക്ക് റിവേഴ്സ് ചെയ്ത് കൊടുക്കാൻ പറ്റും. സോ ദാറ്റ്സ് വൈ പ്രൈമറി സെൽസ് ആർ യൂസ് ആൻഡ് ത്രോ. അതിന് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല അല്ലേ, എടുത്ത് യൂസ് ചെയ്യാൻ പറ്റില്ല. യൂസ് ആൻഡ് ത്രോ ആണ്, യൂസ് ചെയ്യാം, വീണ്ടും കളയാം, വീണ്ടും യൂസ് ചെയ്യാം, അങ്ങനെ പറ്റുള്ളൂ. ഒരു ബാറ്ററി തന്നെ വീണ്ടും വീണ്ടും യൂസ് ചെയ്യാനായിട്ട് പറ്റില്ല. സോ അതാണ് പ്രൈമറിയും സെക്കൻഡറി തമ്മിലുള്ള വ്യത്യാസം. സോ വിച്ച് ഇലക്ട്രോലൈറ്റ്സ് ഈസ് യൂസ്ഡ് ഇൻ ലെഡ് ആസിഡ് ബാറ്ററി? നമ്മൾ ഈ ലെഡ് ആസിഡ് ബാറ്ററിയിൽ എന്ത് ഇലക്ട്രോലൈറ്റ് യൂസ് ചെയ്യുന്നു? വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഡൈല്യൂട്ടഡ് സൾഫ്യൂരിക് ആസിഡ് H2SO4 എന്ന് പറയുന്നതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇലക്ട്രോലൈറ്റ് ആയിട്ട് ലെഡ് ആസിഡ് ബാറ്ററിയിൽ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ദ കപ്പാസിറ്റി ഓഫ് എ ബാറ്ററി ഈസ് യൂഷ്വലി എക്സ്പ്രസ്ഡ് ഇൻ, നമ്മൾ ബാറ്ററിയുടെ കപ്പാസിറ്റി നോർമലായിട്ട് എക്സ്പ്രസ് ചെയ്യുന്നത് ആംബിയർ അവേഴ്സിലാണ് കേട്ടോ. ആംബിയർ അവേഴ്സിലാണ് നമ്മൾ ആ വാല്യൂ കൊടുക്കുന്നത്. ആൻഡ് കറണ്ട് ആൻഡ് ടൈം, അതിന് രണ്ടിനെയും കൂടെ ഒരു ഫാക്ടർ ആയിട്ടാണ് നമ്മൾ എന്ത് കൊടുക്കുന്നത്, ബാറ്ററി കപ്പാസിറ്റി പറയുന്നത്. കപ്പാസിറ്റി ഓഫ് എ ബാറ്ററി ക്യാൻ പ്രൊവൈഡ് 5 ആംബിയർ ഫോർ 20 അവർ. ദെൻ ഇറ്റ്സ് കപ്പാസിറ്റി എന്ന് പറയുന്നത് 100 ആംബിയർ അവർ അല്ലേ. ഓക്കെ, നെക്സ്റ്റ് വാട്ട് ഫാക്ടർ ഡിറ്റർമൈൻസ് കപ്പാസിറ്റി ഓഫ് എ സെൽ? എന്താണ് ഡിറ്റർമൈൻ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ പ്ലേറ്റിൻ്റെ ഏരിയ ആയിരിക്കും. ഏരിയ ഓഫ് ദി പ്ലേറ്റ് ആണ് ആ ഒരു കപ്പാസിറ്റി, എത്രത്തോളം സെല്ലിന് കപ്പാസിറ്റി ഉണ്ട് എന്ന് ഡിറ്റർമൈൻ ചെയ്യുന്നത് ആ ഒരു പ്ലേറ്റിൻ്റെ ഏരിയ ആയിരിക്കും, ഏരിയ ഓഫ് ദി പ്ലേറ്റ് ആയിരിക്കും. ഓക്കെ,
നെക്സ്റ്റ് ഗ്രാവിറ്റി ആണ്. വിച്ച് ഇൻസ്ട്രുമെന്റ് ഈസ് യൂസ് ടു ചെക്ക് ദ സ്റ്റേറ്റ് ഓഫ് ചാർജ് ഓഫ് ലെഡ് ആസിഡ് ബാറ്ററി. ലെഡ് ആസിഡ് ബാറ്ററി എന്ന് പറയുന്നതിന്റെ ചാർജ് സ്റ്റേറ്റ് ഡിറ്റർമൈൻ ചെയ്യുക അല്ലെങ്കിൽ മെഷർ ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെന്റ് ഹൈഡ്രോമീറ്റർ ആണ്. ഹൈഡ്രോമീറ്റർ മെഷർ ദി സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് ദി ഇലക്ട്രോലൈറ്റ്. എ ഫുള്ളി ചാർജ് ലെഡ് ആസിഡ് ബാറ്ററി ഹാസ് എ സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് 1.280. സോ അതാണ് അതിന്റെ യൂസ് ചെയ്യുന്ന മെഷർ ചെയ്യാൻ ഡിവൈസ് ഇൻസ്ട്രുമെന്റ് എന്ന് പറയുന്നത് ഹൈഡ്രോമീറ്റർ ആണ്. ആൻഡ് ഫുള്ളി ചാർജ് ലെഡ് ആസിഡ് ബാറ്ററിയുടെ സ്പെസിഫിക് ഗ്രാവിറ്റി എന്ന് പറയുന്നത് സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുന്നത്. സോ ഇതൊക്കെ നോട്ട് ചെയ്ത് വെക്കുക. 1.280 ആണ്. വാട്ട് ഇസ് ദ വോൾട്ടേജ് ഓഫ് എ ഫുള്ളി ചാർജ് ലെഡ് ആസിഡ് സെല്ലിന്റെ ഫുള്ളി ചാർജ് വാല്യൂ എന്ന് പറയുന്നത് 2.2 വോൾട്ട് ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ് സെൽസ് സീരീസ് ആണെങ്കിൽ ടു ഗെറ്റ് എ ഹയർ വോൾട്ടേജ് ഔട്ട്പുട്ട് സെൽസ് ഷുഡ് ബി കണക്റ്റഡ് ഇൻ. എങ്ങനെയാണ് കണക്ട് ചെയ്യേണ്ടത് എന്നുള്ളത് നമ്മളിപ്പോൾ റെസിസ്റ്ററും കപ്പാസിറ്ററും പഠിച്ചല്ലോ. അതുപോലെ സെല്ലിനും സീരീസും പാരലൽ കണക്ഷൻ ഉണ്ട്. അപ്പോൾ നമുക്ക് ഔട്ട്പുട്ട് ഹൈ ആയിട്ട് കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ കണക്ട് ചെയ്യേണ്ടത് സീരീസ് ആയിട്ടാണ്. സോ ഇൻ സീരീസ് ഓൺലി വോൾട്ടേജ് എന്ന് പറയുന്ന ആഡപ്പ് ആവത്തുള്ളൂ, V1 + V2 എന്നാവത്തുള്ളൂ. പാരലൽ ആണെങ്കിൽ എന്ത് ചെയ്യേണ്ടി വരും? ഇൻക്രീസ് ദി കറണ്ട് കൂട്ടാൻ വേണ്ടി, കറണ്ട് കപ്പാസിറ്റി കൂട്ടാൻ വേണ്ടിയിട്ടും വോൾട്ടേജ് കപ്പാസിറ്റി കൂട്ടാൻ വേണ്ടിയിട്ട് സീരീസും ആണ് യൂസ് ചെയ്യുന്നത്. സോ സീരീസും ഉണ്ട് പാരലും ഉണ്ട്. സീരീസ് എന്തിനാണ് യൂസ് ചെയ്യുന്നത്? വോൾട്ടേജ് ഇംപ്രൂവ് ചെയ്യാനും, പാരലലോ കറണ്ട് ഇംപ്രൂവ് ചെയ്യാനുമാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അത് നോട്ട് ചെയ്ത് വെക്കുക. ഇപ്പൊ നമ്മുടെ കയ്യിൽ ഒരു 1.5 വോൾട്ട് സെല്ലുണ്ട്. അത് സീരീസ് ആയിട്ട് കണക്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ടോട്ടൽ വോൾട്ടേജ് എത്ര? 1.5 × 4 പോലെ അല്ലേ? സീരീസ് അല്ലേ? പ്ലസ് ചെയ്താൽ മതി. എല്ലാം കൂടി പ്ലസ് ചെയ്തതാണ് ഞാൻ. അതിന് പകരം ഞാൻ മൾട്ടിപ്ലൈ ചെയ്തു. എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. 1.5 × 4 എന്ന് കൊടുത്തു. കാരണം 4 ആകെ 4 എണ്ണം ആണെന്ന് പറഞ്ഞിട്ടുള്ളൂ. സോ അങ്ങനെ നമുക്ക് കൊടുക്കാം. 6.0 ദാറ്റ് മീൻസ് 6 വോൾട്ട്. 6 വോൾട്ട് എന്നാണ് ഉത്തരം വരുന്നത്. In the process of electrolysis, the electrode connected the positive terminal is called. അപ്പോൾ we have positive and negative terminals അല്ലേ? പോസിറ്റീവും ഉണ്ട് നെഗറ്റീവും ഉണ്ട്. സോ ദ ഇലക്ട്രോഡ് കണക്റ്റഡ് ടു ദ പോസിറ്റീവ് ടെർമിനൽ നമ്മൾ എന്താ വിളിക്കുന്നത്? അതെ, ആനോഡ് എന്നാണ് വിളിക്കുന്നത്. ആനോഡും ഉണ്ട് കാഥോഡും ഉണ്ട്. അപ്പം ഇലക്ട്രോഡ് പോസിറ്റീവ് ടെർമിനലാണ് കണക്ട് ചെയ്തിരിക്കുന്നതെങ്കിൽ നമ്മൾ അതിനെ ആനോഡ് എന്ന് വിളിക്കും. സോ ആനോഡ് എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ഇലക്ട്രോഡാണ്. അത് ആനയോൺസും കാറ്റയോൺസ് എന്നൊക്കെ പറഞ്ഞ ടേമാണ്. സോ പോസിറ്റീവ് ഇലക്ട്രോഡ്സ് ആണ് ആനോഡ്സ്. കാഥോഡ് എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് ഇലക്ട്രോഡ്സും ആയിരിക്കും. സോ ഫാരഡേസ് ഫസ്റ്റ് ലോ ഓഫ് ഇലക്ട്രോളിസിസ് സ്റ്റേറ്റ് M = ZIT എന്ന് പറയുന്ന ഇക്വേഷൻ ഉണ്ട്. അതിൽ Z എന്തിനാ സ്റ്റാൻഡ് ചെയ്യുന്നത്? ഇലക്ട്രോ കെമിക്കൽ ഇക്വാലന്റ്. സോ ബാറ്ററി ടോപ്പിക്കിന്റെ അകത്ത് വരുന്നതാണ് ഇതെല്ലാം. സോ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഫണ്ടമെന്റലില് ഞാൻ ബാറ്ററി എടുത്തില്ല. ബാറ്ററി എടുക്കാത്തതിന് പ്രധാന കാരണം ബാറ്ററി നമുക്ക് ഇങ്ങനെ ഡിസ്കസ് ചെയ്ത് പോവാം. അത് കഴിഞ്ഞിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അല്ലാതെ മൊത്തത്തിൽ ഒന്ന് നോക്കാം, ബാറ്ററി ആയിട്ട് മാത്രം നോക്കാം. ഓക്കെ, സോ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്നേ ഉള്ളൂ. ഇതൊക്കെ ക്വസ്റ്റ്യൻസ് ആണ്. സോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആയതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്ത് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ കുറച്ചും കൂടെ ലെവലിൽ നമുക്ക് പഠിക്കാം. നെക്സ്റ്റ് ഇസ് ഫ്രം ഓൾട്ടർനേറ്റിംഗ് കറണ്ട് എന്നൊരു ക്വസ്റ്റ്യൻ ആണ്. പീക്ക് വോൾട്ടേജ് ഓഫ് എ സൈൻ വേവ് ഇസ് 10 വോൾട്ട്. വാട്ട് ഈസ് ദി പീക്ക് ടു പീക്ക് വോൾട്ടേജ്? ഓക്കെ, പീക്ക് വോൾട്ടേജ് എന്ന് പറയുന്നത് എത്ര വന്നിട്ടുണ്ട്? 10. അതായത് പീക്ക് വോൾട്ടേജ് എങ്ങനെ റെപ്രസെന്റ് ചെയ്യുക? വാട്ട് ഈസ് പീക്ക് വോൾട്ടേജ്? മറന്നു പോയിട്ടുള്ളവരുണ്ടെങ്കിൽ ഇതൊരു സൈൻ വേവ് ആണെങ്കിൽ പീക്ക് വാല്യൂ എന്ന് പറഞ്ഞാൽ ഇതാണ് പീക്ക് വാല്യൂ അല്ലേ? പീക്ക് വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ VM പറയുന്നത്. സോ VM എന്ന് പറഞ്ഞാൽ എത്ര? 10 വോൾട്ട് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ പീക്ക് ടു പീക്ക് എന്ന് പറഞ്ഞാൽ ഇത് മുതൽ ഇതുവരെ, ഇതാണ് പീക്ക് ടു പീക്ക്, ഇതുവരെയുള്ള റേഞ്ച് 2 VM എന്ന് പറയുന്നത്. സോ 2 VM എന്ന് പറഞ്ഞാൽ 2 × 10, അതുകൊണ്ടാണ് 20 വോൾട്ട്. പീക്ക് ടു പീക്ക് വോൾട്ടേജ് ഇസ് ദ ടോട്ടൽ വോൾട്ടേജ് ഫ്രം പോസിറ്റീവ് മാക്സിമം ടു ദി നെഗറ്റീവ് മാക്സിമം. ദിസ് ഇസ് നെഗറ്റീവ്, ദിസ് ഇസ് പോസിറ്റീവ് അല്ലേ? ഇത് നിങ്ങൾ അറ്റം വരെയുള്ള വാല്യൂ ആണ് പീക്ക് ടു പീക്ക് എന്ന് പറയുന്നത്. സോ അതൊന്ന് ചെയ്താൽ മതി, അത് ഡബിൾ ചെയ്താൽ മതി. തന്നിരിക്കുന്ന വാല്യൂവിനെ ഡബിൾ ചെയ്ത് നോക്കിയാൽ കിട്ടാവുന്നതേ ഉള്ളൂ. സോ അതാണ് അതിൻ്റെ ആൻസർ. സോ വാട്ട് ഈസ് ദ മാക്സിമം വാല്യൂ ഓഫ് 230 വോൾട്ട് AC സപ്ലൈ? അപ്പൊ 230 വോൾട്ട് എന്ന് പറയുമ്പോൾ മാക്സിമം വാല്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം മാക്സിമം വാല്യൂ എന്ന് പറയുമ്പം 230
വോൾട്ട് അല്ലേ, 2 ഡേ ടേംസ് 1.414 അല്ലേ. മാക്സിമം വാല്യൂ കണ്ടുപിടിക്കാനായിട്ട് ഇങ്ങനെയാണ് ചെയ്യുന്നത്. സോ ദാറ്റ് ഈസ് 352 സംതിങ് വാല്യൂ കിട്ടും, 325.22 വോൾട്ട്. ഓക്കെ, ജസ്റ്റ് മൾട്ടിപ്ലിക്കേഷൻ ഫാക്ടർ. നെക്സ്റ്റ് വാല്യൂ ഓഫ് എ സി ദാറ്റ് പ്രൊഡ്യൂസസ് സെയിം ഹീറ്റിംഗ് എഫക്റ്റ് ഓഫ് അസ് ഡി സി. എന്താണ് പറയുന്നത്? എ സി പ്രൊഡ്യൂസ് ചെയ്യുന്ന അതേ ഹീറ്റ് ഡി സി പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് എന്താ പറയുന്നത്? ആർ എം എസ് വാല്യൂ എന്ന് പറയും. ആർ എം എസ് സ്റ്റാൻഡ് ഫോർ റൂട്ട് മീൻ സ്ക്വയർ. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ഇഫക്റ്റീവ് വാല്യൂ. അതിനെ നമ്മൾ എന്തെന്നും പറയും? ഇഫക്റ്റീവ് വാല്യൂ എന്നും പറയും. ഫോർ എ സൈൻ വേവ് വി ആർ എം എസ് എന്ന് പറഞ്ഞാൽ 0.70 ടൈംസ് ഓഫ് പീക്ക് വോൾട്ടേജ് ആണ്. ഓക്കെ, സോ മോസ്റ്റ് AC voltmeters and ammeters are calibrated to read which value? കൂടുതലും വോൾട്ട്മീറ്റേഴ്സും അമ്മീറ്റേഴ്സും RMS വാല്യൂ ആയിരിക്കും എന്ത് ചെയ്യുന്നത്? കാലിബ്രേറ്റ് ചെയ്യുന്നത്. സോ ഇമ്പോർട്ടൻ്റ് ആണ്. സോ എന്താണ് RMS വാല്യൂ എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കിയതാണ്. RMS വാല്യൂ എന്ന് പറയുന്നത് വാല്യൂ ഓഫ് AC ആണ്, വിച്ച് പ്രൊഡ്യൂസസ് സെയിം ഹീറ്റ് ആസ് DC. DC എത്ര പ്രൊഡ്യൂസ് ചെയ്യുന്നോ അത്രയും തന്നെ AC പ്രൊഡ്യൂസ് ചെയ്യും ഹീറ്റ്. സോ അതിനെയാണ് നമ്മൾ RMS റൂട്ട് മീൻ സ്ക്വയർ വാല്യൂ എന്ന് പറയുന്നത്. സോ ദാറ്റ് ഈസ് ഇഫക്റ്റീവ് വാല്യൂ ആണ്. സോ VRMS എന്ന് പറഞ്ഞാൽ എന്താണ്? VM/√2 ആൻഡ് 1/√2 ആണ് 0.707 എന്ന് വരുന്നത് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ഈസ് ദ റേഷ്യോ ഓഫ് RMS വാല്യൂ ടു ദി ആവറേജ് വാല്യൂ ഇസ് നോൺ ആസ്. RMS ടു ആവറേജിന് എന്താ പറയുന്നത്? ഫോം ഫാക്ടർ. കുറെ പ്യുവർ സൈൻ വേവ് ഫോം ഫാക്ടർ എന്ന് പറഞ്ഞാൽ 1.11 ആണ്. ഇറ്റ് ഇൻഡിക്കേറ്റ് ദ ഷേപ്പ് ഓഫ് ദ വേവ് ഫോം. അപ്പം എന്താണ് ഫോം ഫാക്ടർ എന്നുള്ളത് നമ്മൾ എ സിയിൽ നോക്കി. RMS വാല്യൂ ടു ദി ആവറേജ് വാല്യൂ. RMSനും ആവറേജിനും ആ ഒരു റേഷ്യോനെയാണ് ഫോം ഫാക്ടർ എന്ന് പറയുന്നത്. അതൊരു സൈൻ വേവ് ആണെങ്കിൽ അതിൻ്റെ റേഞ്ച് 1.11 ആണ്. സോ അത് വെച്ചിട്ട് നമുക്ക് വേവ് ഫോമിന്റെ ഷേപ്പ് കണ്ടുപിടിക്കാം. അങ്ങനെയാണെങ്കിൽ സ്ക്വയർ വേവിന്റെ എങ്ങനെയാണ് അതിന്റെ വാല്യൂ എന്ന് പറയുന്നത്? 1.00 ആണ് സ്ക്വയർ വേവിന്റെ വാല്യൂ എന്ന് പറയുന്നത്. സൈൻ വേവും സ്ക്വയർ വേവിന്റെ വാല്യൂ ജസ്റ്റ് നോക്കി വെക്കുക. എന്താണ് ഫോം ഫാക്ടർ എന്നുള്ളത് നോക്കി വെക്കുക. അപ്പൊ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ് ഫോം ഫാക്ടർ എന്ന് പറയുന്നത്? RMS ബൈ ആവറേജ്, അതാണ് ഫോം ഫാക്ടർ. നോക്കി വെക്കുക. What is the peak factor for a sinusoidal AC voltage? എത്രയാണോ പീക്ക് ഫാക്ടർ? 1.414 ആണ്. പീക്ക് വാല്യൂ എന്ന് പറയുന്നത്, പീക്ക് ഫാക്ടർ എന്ന് പറയുന്നത് പീക്ക് വാല്യൂവും RMS വാല്യൂവും തമ്മിലുള്ള റേഷ്യോ ആണ്. അപ്പോൾ ഒരു സൈൻ വേവിനാണെങ്കിൽ ഒരു സ്ക്വയർ റൂട്ട് ആയിരിക്കും വാല്യൂ. അതുകൊണ്ടാണ് 1.414 വന്നേ. പീക്ക് ഫാക്ടർ ഇസ് ഓൾസോ നോൺ ആസ്, നമ്മൾ മറ്റൊരു പേരിൽ അറിയപ്പെടുന്നതിനെ ക്രസ്റ്റ് ഫാക്ടർ എന്നും കൂടി പറയും. പീക്ക് വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്? പീക്ക് വാല്യൂവും RMS വാല്യൂവും തമ്മിലുള്ള റേഷ്യോ. ഓക്കെ, സോ സൈൻ വേവിന്റെ റേഷ്യോ 1.414 ആയിരിക്കും കേട്ടോ. വാട്ട് ഈസ് ദ ഫ്രീക്വൻസി ഓഫ് എൻ AC സപ്ലൈ? ഇഫ് ദ ഫ്രീക്വൻസി ഓഫ് എൻ AC സപ്ലൈ 50 ഹെർട്സ് ആണെങ്കിൽ അതിന്റെ ടൈം പീരീഡ്. സോ വാട്ട് ഈസ് ദ റിലേഷൻ ബിറ്റ്വീൻ ഫ്രീക്വൻസി ആൻഡ് ടൈം പീരീഡ്? ടൈം പീരീഡിന്റെ ഇൻവേഴ്സ് റിലേഷൻ ആണ് ഫ്രീക്വൻസി. സോ ഹിയർ നമ്മുടെ ഫ്രീക്വൻസി ഓഫ് 50 ഹെർട്സ് തന്നിട്ടുണ്ട് അല്ലേ. അപ്പൊ ടൈം പീരീഡ് ചോദിച്ചാൽ 1/50 ചെയ്താൽ മതി. 1/50 എന്ന് പറയുമ്പോൾ അറൌണ്ട് ഒരു 0.02 സെക്കൻഡ്സ് വരും അല്ലേ. സോ ഫ്രീക്വൻസി F ആണ്, ടൈം പീരീഡ് T ആണ്. അവർ രണ്ടും റെസിപ്രോക്കൽ ആയതുകൊണ്ടാണ് ഈ വാല്യൂ വരുന്നത്. സ്റ്റാൻഡേർഡ് ഫ്രീക്വൻസി ഓഫ് AC പവർ സപ്ലൈ ഇൻ ഇന്ത്യ എന്ന് പറയുന്നത് എത്രയാ? 50 ഹെർട്സ് ആണ്. ഓക്കെ, സോ ഇതൊക്കെ ഒന്ന് നോക്കി വെക്കുക. ഇതൊക്കെ വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. എത്രയാണ് ഇന്ത്യയുടെ സ്റ്റാൻഡേർഡ് ഫ്രീക്വൻസി എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. അതുപോലെ ഈ റിലേഷൻ നോക്കി വെക്കുക, അതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇൻഡക്റ്റീവ് റിയാക്ടൻസ് XL is measured in. ഇൻഡക്റ്റീവ് റിയാക്ടൻസ് എന്ന് പറയുന്നത് ഒപ്പോസിഷൻ ഓഫ് ഇൻഡക്ടൻസ് ആണല്ലോ. സോ അതിന് നമ്മൾക്കൊരു റെസിസ്റ്റൻസ് പോലെ കണ്ടാൽ മതി. ഓം വാല്യൂ. റിയാക്ടൻസ് is the opposition to AC flow and formula is XL is equal to 2πfL. Since it opposes current, its unit is എന്താണ്? ഓം ആണ്. So question is, if frequency increases, what happens to inductive reactance? എന്ത് സംഭവിക്കും? So frequency കൂടിക്കഴിഞ്ഞാൽ XL എന്ന് പറഞ്ഞാൽ 2πfL ആണ്. So they are directly proportional. So frequency increase ചെയ്താൽ XL ന്റെ വാല്യൂ
ഇൻക്രീസ് ചെയ്യും. സോ ഇറ്റ് ഈസ് ഇൻക്രീസിങ്. ഓക്കെ. നെക്സ്റ്റ് ഇസ് കപ്പാസിറ്റീവ് റിയാക്ടൻസ് ആണ്. സോ കപ്പാസിറ്റീവ് റിയാക്ടൻസിന്റെ ഇക്വേഷൻ എക്സ് ഈസ് ഈക്വൽ ടു 1/2 പൈ എഫ് സി ആണ്. സോ അതായത് ഇവിടെ എന്ത് കൂടുമ്പോൾ എന്ത് വാല്യൂ കുറയുന്ന? ഫ്രീക്വൻസി ഡിനോമിനേറ്ററിലാണ് വരുന്നത്. അപ്പോൾ എക്സ് സി എന്ന് പറഞ്ഞാൽ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഫ്രീക്വൻസി ആണല്ലോ. സോ വാട്ട് ഇസ് അപ്പൊ അതിന്റെ റിലേഷൻ മനസ്സിലായല്ലോ. ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ ഡിനോമിനേറ്ററിലാണ് വരുന്നത്. അപ്പൊ അത് കാരണം ഫ്രീക്വൻസി എന്ന് പറയുന്നത് ഇൻക്രീസ് ചെയ്താൽ എന്ത് സംഭവിക്കും? ഇൻഡക്റ്റീവ് കപ്പാസിറ്റി ഇൻഡക്ടൻസ് എന്ന് പറയുന്നത് കപ്പാസിറ്റൻസ് എന്ന് പറയുന്നത് എന്ത് ചെയ്യും? കുറയും. സോ ഡിക്രീസിങ്. ഓക്കെ. വാട്ട് ഈസ് ദ കപ്പാസിറ്റീവ് റിയാക്ടൻസ് ഫോർ എ ഡി സി സപ്ലൈ? ഡി സി സപ്ലൈക്ക് എഫിന്റെ വാല്യൂ ഉണ്ടോ? ഫ്രീക്വൻസി ഇല്ല അല്ലേ? അപ്പം എക്സ് സി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 1/2 പൈ എഫ് സി ആണെന്ന്. അപ്പം എഫ് സി 0 ആണെങ്കിൽ 1/0 എന്ന് വെച്ചാൽ എന്താണ്? അത് ഇൻഫിനിറ്റി വാല്യൂ ആവും. മനസ്സിലായോ? 1/0. ഒരു 0 വെച്ച് ഡിവൈഡ് ചെയ്താൽ ഇൻഫിനിറ്റി ടേംസ് കിട്ടത്തുള്ളൂ. സോ ഇൻഫിനിറ്റി എന്ന് ഉദ്ദേശിച്ചാൽ അതൊരു ഓപ്പൺ സർക്യൂട്ട് പോലെ ഇരിക്കും. ഓപ്പൺ സർക്യൂട്ട് ഇരുന്നാൽ കറണ്ട് ഫ്ലോ ചെയ്യുമോ? ഇല്ല. സോ അതുകൊണ്ട് കറണ്ട് ഫ്ലോ ഉണ്ടാവില്ല. ഓക്കെ.